ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ വൻ ക്രമക്കേടാണ്. സ്വർണം, രത്നം, വെള്ളി തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ ക്രമക്കേട് എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. വഴിപാടായി ലഭിക്കുന്ന സ്വർണ്ണ, രത്നം, വെള്ളി, ചെമ്പു പാത്രങ്ങൾ എന്നിവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല എന്ന് 2019-20 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട്. 2023 ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഓഡിറ്റ് വകുപ്പ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണ നിക്ഷേപ പദ്ധതി പ്രകാരം ബാങ്കിൽ നിക്ഷേപിക്കാൻ തിടമ്പിൻ്റെ കുടയിൽ ഉണ്ടായിരുന്ന 727 ഗ്രാം സ്വർണ്ണമെടുത്തു. സ്വർണ്ണക്കുടയുടെ കാലിൽ ഉണ്ടായിരുന്ന 140 ഗ്രാം വെള്ളിയും കാണാനില്ല. വഴിപാടായി കിട്ടുന്ന ഓട്, ചെമ്പ്, പിച്ചള, പഞ്ചലോഹം ഉരുപ്പടികൾ എവിടെയും രേഖപ്പെടുത്തുന്നുമില്ല. ക്ഷേത്രത്തിനുള്ളിൽ ദിവസേന പാരമ്പര്യ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന സ്വർണ്ണ, വെള്ളി സാമഗ്രികളുടെ ഡബിൾ ലോക്ക് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വ്യത്യാസങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വെള്ളിച്ചട്ടി 10 മാസത്തിനിടെ 1.19 കിലോ തൂക്കം കുറഞ്ഞു. ചില വിളക്കുകൾ 100 കണക്കിന് ഗ്രാമുകൾ കുറഞ്ഞ നിലയിൽ തിരിച്ചു വന്നു. ചിലപ്പോൾ തിരികെ വന്നത് അതേ വസ്തുവല്ലായിരുന്നു. സ്വർണ്ണ കിരീടം പകരം വെള്ളി ആഭരണം, 2.65 കിലോ വെള്ളിച്ചട്ടി പകരം 750 ഗ്രാം തൂക്കമുള്ള മറ്റൊരു ചട്ടി എന്നിവയായിരുന്നു. ഇതിലൊന്നിനും അന്വേഷണവും വന്നിട്ടില്ല. ആനക്കൊമ്പുകളും ദന്തസാമഗ്രികളും രേഖകളില്ലാതെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുനത്തൂർ കോട്ട ആന ആശുപത്രിയിലാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയത്. 2019-20 സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആ വർഷം ആനക്കൊമ്പ് മുറിക്കലിനിടയിൽ 522.86 കിലോ ഐവറി കൈകാര്യം ചെയ്തിട്ടും ഒന്നിനും നിയമാനുസൃതമായി വനംവകുപ്പിന് കൈമാറിയിട്ടില്ല. 2019 ഏപ്രിൽ മുതൽ നവംബർ വരെ 505 കിലോ, 14.18 കിലോ, 2.35 കിലോ, 730 ഗ്രാം, 320 ഗ്രാം, 280 ഗ്രാം എന്നിവയുള്ള ദന്തസാമഗ്രികൾ കൈവശം ഉണ്ടായിരുന്നുവെങ്കിലും രേഖകൾ ഇല്ലായിരുന്നു. കൈമാറ്റ രേഖകളും ലഭ്യമല്ല. വനംവകുപ്പിന്റെ കത്തിനനുസരിച്ച് 10 ദിവസത്തിനകം വിവരങ്ങൾ നൽകാനും കൈമാറാനും ദേവസ്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല എന്ന് ഓഡിറ്റ് ചൂണ്ടിക്കാട്ടുകയാണ്. നിയമപരമായ മേൽനോട്ടമില്ലാതെ വൻതോതിലുള്ള ഐവറി പുറത്തേക്ക് പോയിരിക്കാം എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. വെങ്കലം, പഞ്ചലോഹം തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അക്കൗണ്ടിംഗ് 2016 തന്നെ നിർത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 2022 പാലക്കാട് സ്വദേശിയായ ഒരു ഭക്തൻ സമർപ്പിച്ച 2 ടൺ തൂക്കമുള്ള 4 ചെവിയുള്ള വെങ്കല പാത്രത്തിന്, അതായത് വില ഏകദേശം വരുന്ന 15 ലക്ഷം രൂപയാണ്, രസീത് നൽകിയിട്ടില്ല. ഈ വസ്തു രജിസ്റ്ററിലില്ല, ആരുടെ കയ്യിലും ഏൽപ്പിച്ചിട്ടുമില്ല. കശ്മീരി കുങ്കുമപ്പൂവ് പോലെയുള്ള വില കൂടിയ ദാന വസ്തുക്കൾ ക്ഷേത്രം തന്നെ 1,47,000 രൂപ കിലോ നിരക്കിൽ വാങ്ങുന്നവ ഔദ്യോഗിക രജിസ്റ്ററുകൾക്ക് പുറത്ത് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ വ്യക്തിഗത രജിസ്റ്ററിൽ മാത്രം രേഖപ്പെടുത്തുന്നതായും ഓഡിറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 40 വർഷമായി വാർഷിക ഭൗതിക പരിശോധനയില്ല. 1978 ഗുരുവായൂർ ദേവസ്വം നിയമവും 80 നിയമ നിബന്ധനകളും പ്രകാരം ക്ഷേത്ര സമ്പത്തുകളുടെ വാർഷിക ഭൗതിക പരിശോധനയും റിപ്പോർട്ട് സമർപ്പിക്കലും നിർബന്ധമാണ് എന്നുണ്ടെങ്കിലും 4 പതിറ്റാണ്ടിലേറെയായി ഇത്തരമൊരു പരിശോധന നടന്നിട്ടില്ല. നിയമപ്രകാരം ഓരോ വർഷവും ജൂൺ 30 മുമ്പ് എല്ലാ സമ്പത്തുകളും ഭൗതികമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. 2023 മാർച്ചിലും ജൂലൈയിലും ഓഡിറ്റ് വകുപ്പ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും നടപടിയാക്കിയിട്ടില്ല. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തുടർച്ചയായ 2 സാമ്പത്തിക വർഷങ്ങളിലെ ഓഡിറ്റുകളിലാണ് ക്ഷേത്രത്തിൻ്റെ വിലമതിക്കാനാവാത്ത സമ്പത്തുകളുടെ സംരക്ഷണത്തിലും രേഖാമൂലമുള്ള നിയന്ത്രണങ്ങളിലുമുള്ള ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നത്.